പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പാലക്കാട് നിന്ന് ബ്രദർ സൈമൺ വടക്കൻ ഏവർക്കും സ്നേഹവന്ദനങ്ങൾ ആശംസിക്കുകയാണ്. ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഞാനും നിങ്ങളും അതിൽ വ്യത്യസ്തരൊന്നുമല്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു തകർച്ച വന്നാൽ, ഒരു കഷ്ടത വന്നാൽ, രോഗം വന്നാൽ, വേദന വന്നാൽ, ഞെരുക്കം വന്നാൽ നമ്മൾ പറയും, ദൈവമേ ഞാൻ നന്നായി ജീവിച്ചിട്ടും എനിക്കിങ്ങനെ വന്നു. ഞാൻ ദിവസം പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടും എനിക്കിങ്ങനെ വന്നു. ധ്യാനം കൂടി, കൺവെൻഷൻ പങ്കെടുത്തു, ബൈബിൾ വായിച്ചു, നല്ല ജീവിതം നയിച്ചു. എന്നിട്ടും കഷ്ടത എനിക്ക് എന്തുകൊണ്ട് വന്നു? ഇന്ന് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. പുറത്തു നിന്നുള്ള ആളുകളും തിരിച്ച് നമ്മളോട് ഇങ്ങനെ ചോദിക്കും. പ്രിയപ്പെട്ടവരെ, കഷ്ടതകൾ എല്ലാവർക്കും വരും, ഭാരങ്ങളും രോഗങ്ങളും എല്ലാവർക്കും വരും. ആരും വ്യത്യസ്തരല്ല. മനുഷ്യനായി നീ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിൽ നിനക്ക് കഷ്ടതയുണ്ടാവും, നിനക്ക് ഭാരമുണ്ടാകും, നിനക്ക് രോഗമുണ്ടാകും, നിനക്ക് ഞെരുക്കമുണ്ടാകും. അപ്പോൾ നീ ദൈവഭക്തനാണെങ്കിൽ, യേശു വിശ്വാസിയാണെങ്കിൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? അതാണ് 34-ാം സങ്കീർത്തനത്തിലെ 6-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. സങ്കീർത്തകൻ പറയുകയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സങ്കീർത്തകൻ. ശ്രദ്ധിക്കണം, നമ്മളെപ്പോലെയല്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന സങ്കീർത്തകന് കഷ്ടത വന്നു. അപ്പോൾ അവൻ എന്താ ചെയ്തത്? ദൈവത്തെ കുറ്റപ്പെടുത്തുകയല്ല, പ്രാർത്ഥന ഉപേക്ഷിക്കുകയല്ല, പള്ളിയിൽ പോക്ക് ഉപേക്ഷിക്കുകയല്ല, ധ്യാനത്തിന് പോകുന്നത് ഉപേക്ഷിക്കുകയല്ല, പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഉപേക്ഷിക്കുകയല്ല. മറിച്ച് അവൻ ചെയ്തത്, അവൻ എളിയവനാണ് എന്ന് അവൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ നിസ്സാരക്കാരനാണ്, ഞാൻ എളിയവനാണ്, ഞാൻ താഴ്മയുള്ളവനാണ്, ഞാൻ താന്നവനാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ വേണ്ടത്. അവൻ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവൻ അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കും. ആരോട്? യേശുവിനോട്. എന്താ പ്രാർത്ഥിക്കുക? കർത്താവേ, ഈ കഷ്ടതകളിൽ നിന്ന് എന്നെ വിടുവിക്കണം, ഈ ഞെരുക്കത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം, ഈ വേദനയിൽ നിന്ന് എന്നെ വിടുവിക്കണം, ഈ രോഗത്തിൽ നിന്ന് വിടുവിക്കണം. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ മോചിപ്പിക്കും, എല്ലാ രോഗങ്ങളിൽ നിന്ന് അവനെ മോചിപ്പിക്കും, എല്ലാ വേദനകളിൽ നിന്ന് അവനെ മോചിപ്പിക്കും, എല്ലാ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് അവനെ മോചിപ്പിക്കും. വീണ്ടും 30-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം കൂടി ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതെങ്ങനെയാണ്? എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു, അവർ നിന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ സുഖപ്പെടുത്തും, നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ കഷ്ടതകളിൽ നിന്ന് വിടുവിക്കും. നിലവിളിച്ച് യേശുവേ എന്ന് കരഞ്ഞ് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വിട്ടുപോകത്തില്ല. ആ അടയാളങ്ങൾ ദൈവം നിനക്ക് തരും, നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും. അല്ലാതെ നീ മനുഷ്യനോടല്ല കരയേണ്ടത്, മനുഷ്യനോടല്ല നീ പരിഭവം പറയേണ്ടത്. നീ ദൈവത്തെ വിളിച്ച്, ദൈവമേ, വിടുതൽ നൽകുന്ന യേശുവേ, സുഖപ്പെടുത്തുന്ന യേശുവേ, ഇത് രക്ഷിക്കണമെന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ, ഹല്ലേലൂയ.